കറന്റ് വേൾഡ് ചാമ്പ്യൻസ് ആയിട്ടുള്ള മക്ലാരൻ അവരുടെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ നല്ലോണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻ ടു മക്ലാരൻ? F1 സമ്മർ ബ്രേക്കിലാണ് ആൻഡ് ഓരോ ടീമിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് ബേസ് ചെയ്ത് നമ്മളൊരു ചെറിയ റിവ്യൂ നടത്തുകയാണ്. ആൻഡ് ടുഡേ വി ആർ ടോക്കിംഗ് അബൌട്ട് മക്ലാരൻ. സീസണിലെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ അവരുടെ കയ്യിലുണ്ടായിട്ടും മക്ലാരനും മെഴ്സിഡീസുമായിട്ട് നല്ലൊരു ഫൈറ്റ് വരുത്താൻ സാധിച്ചിട്ടില്ല. ആൻഡ് ഇത് സംഭവിക്കാനുള്ള മെയിൻ റീസൺ റെഡ് ബുളിന് സംഭവിച്ച അതേ കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ് വളരെ ടൈറ്റ് ആയിരുന്നു അവസാനം വരെ. ആൻഡ് അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ടൈം കഴിഞ്ഞ വർഷത്തെ കാറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ സീസണിലെ കാറിലേക്ക് ടൈമും റിസോഴ്സസും ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ആദ്യമേ സാധിച്ചിരുന്നില്ല. എയറോഡൈനാമിക് എഫിഷ്യൻസിയാണ് ഇപ്പോഴത്തെ മക്ലാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് അവരുടെ ഡൗൺ ഫോഴ്സ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല സീസണിൻ്റെ തുടക്കത്തിൽ. ആൻഡ് ഗിയർ ഷിഫ്റ്റിംഗ് ഇഷ്യൂസും റിലയബിലിറ്റി ഇഷ്യൂസും നല്ലോണം മക്ലാരനെ ആദ്യം ബാധിച്ചു. അതുകൊണ്ട് തന്നെ 220 പോയിന്റുമായിട്ട് കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ P3-ലും ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ലാൻഡോ നോറിസ് P5-ലും പിയാസ്ട്രി B7-ലും സത്യത്തിൽ മക്ലാരന് ഒരു നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ലൊരു പാക്കേജാണ് അവർക്ക് ഇല്ലാതായി പോയത്. ഒരു വീക്കെൻഡിൽ അവർക്ക് നല്ല ക്വാളിഫയിങ് ബേസ് ഉള്ളപ്പം റേസിൽ അത് കുളമായിപ്പോൾ. അല്ലെങ്കിൽ ഒരു വീക്കിൽ നല്ല റേസ് ബേസ് ഉണ്ടായിരുന്നു, പക്ഷേ ക്വാളിഫയിങ് ബേസ് നല്ല അല്ലാഞ്ഞതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി പുറകിലായിരുന്നു. ഇതിനോട് തന്നെ റിലയബിലിറ്റി ഇഷ്യൂസ്, സ്ട്രാറ്റജിക് മിസ്റ്റേക്സുകൾ ആൻഡ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇൻഫാക്ട് റിലയബിലിറ്റി ഇഷ്യൂ കാരണം ചില റേസ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല. ഡ്രൈവേഴ്സിനെ നോക്കിയാൽ കാറിന്റെ ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസ് 2 ഡ്രൈവേഴ്സിന് നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ലാൻഡോ നോറിസ് ഈ സീസണിലെ ടോപ്പ് 3 ഡ്രൈവേഴ്സിൽ ഒന്നായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം ആ കാറിൽ ലാൻഡോ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു ആൻഡ് ഹീ ഈസ് പുട്ടിംഗ് ഔട്ട് ഗ്രേറ്റ് പെർഫോമൻസ് ആൻഡ് ഗ്രേറ്റ് എഫർട്ട്. പിയാസ്ട്രി ഇഷ്യൂ കാറിൽ കോൺഫിഡൻസ് ഇല്ലാത്തതും ഭാഗ്യമില്ലാത്തതുമാണ്. ആൻഡ് ലാൻഡോ നോറിസിനെ കണക്ക് തന്നെ ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയിലൂടെ ഫൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പിയാസ്ട്രിക്ക് അതുകൊണ്ട് തന്നെ സാധിക്കുന്നില്ല. അപ്ഗ്രേഡ്സ് നോക്കിയാൽ ഏറ്റവും മികച്ച രീതിയിലാണ് മക്ലാരൻ അപ്ഗ്രേഡ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡൗൺ ഫോഴ്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള രീതിയിൽ നല്ലോണം ചേഞ്ചസ് അവർ വരുത്തി. ആൻഡ് അതിൻ്റെ ഏറ്റവും മികച്ച എക്സാമ്പിളാണ് ഹംഗറിയിൽ പോളും റേസ്വിനും നല്ലൊരു എക്സാമ്പിളാണ് മക്ലാരൻ്റെ പ്രോഗ്രസ് കാണിക്കുന്നത്. സത്യത്തിൽ നല്ലൊരു കാർ മക്ലാരൻ്റെ ഉണ്ട്, പക്ഷേ റിലയബിലിറ്റി ഇഷ്യൂസ്, സ്ട്രാറ്റജികളുടെ ഇൻകൺസിസ്റ്റൻസി, ക്വാളിഫയിങ് റേസ് പേസിൻ്റെ ഇൻകൺസിസ്റ്റൻസി ഇതെല്ലാം അവരെ പിന്നോട്ട് വലിക്കുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ സീസണിൽ നമുക്കൊരു B ഗ്രേഡ് ഇതുവഴിയുള്ള അവരുടെ പെർഫോമൻസ് വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ റെയിനിങ് ചാമ്പ്യൻസ് എന്ന രീതിയിൽ അവരുടെ സ്റ്റാർട്ട് ഒരു ഡിസപ്പോയിൻറ്റിംഗ് സ്റ്റാർട്ടായിരുന്നു. പക്ഷേ ഹംഗറിയിലെ അവരുടെ അപ്ഗ്രേഡ് ഒരു വൺ ഓഫ് അപ്ഗ്രേഡ് മാത്രമല്ല എങ്കിൽ ദേ ആർ ഗോണ ബി ദ മോസ്റ്റ് ഡേഞ്ചറസ് ടീം ഇൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സീസൺ. സോ സീസണിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു ഡേഞ്ചറസ് ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ് മക്ലാരൻ്റെ സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? കമന്റ് ബിലോ ആൻഡ് ഫോളോ ഫോർ മോർ ഫൺ കണ്ടന്റ്.